ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ നല്ല പഴുത്ത പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 2 കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ ഒരു ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു ഗ്ലാസ് ജാറും വേണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഈ ഗ്ലാസ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ലെയർ. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 2 കിലോ പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ ഇടുക, പഞ്ചസാര ഇടുക, പൈനാപ്പിൾ ഇടുക, പഞ്ചസാര ഇടുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അതിന് ശേഷം ദേ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ഒന്ന് ചതച്ചതും സൂചി ഗോതമ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ നന്നായിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വൈനിൻ്റെ ബേസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് വെളിച്ചം കിടക്കാത്ത ഒരു സ്ഥലത്ത് ഒരു 40 ദിവസം വെക്കണം കേട്ടോ. 3 ദിവസം നമ്മൾ ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല 40 ദിവസം കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് വൈൻ കിട്ടും. ഇത് ഞങ്ങളൊരു 4 മാസം മുന്നേ ചെയ്ത വൈനാണ് കേട്ടോ, ക്രിസ്മസിന് വേണ്ടിയിട്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.